ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ മിക്സിയിലൊക്കെ നമ്മൾ എന്തൊക്കെ അരച്ചെടുത്താലും നമ്മൾ ആ ഒരു ജാറിൽ തന്നെ നമ്മൾ അരയ്ക്കുന്ന അരപ്പ് വച്ചിരിക്കാൻ പാടില്ല. അത് അരച്ച ഉടനെ നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനുശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മിക്സിയുടെ ജാറ് നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. പക്ഷേ നമ്മൾ കഴുകിയാലും ആ ഒരു ബ്ലൈഡിൻ്റെ ഇടഭാഗത്ത് നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കും. അത് 2-3 ദിവസം ആകുമ്പോൾ തന്നെ അതിൽ നിറയെ അണുക്കൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വേറെ കറികൾക്കൊക്കെ അരയ്ക്കുമ്പോൾ അത് നമ്മുടെ അരപ്പിലൊക്കെ വന്ന് പല രോഗങ്ങളും വരാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്ത് അരച്ചെടുത്താലും ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടും. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറ് വൃത്തിയെ കഴുകിയെടുത്തതാണ്. എങ്കിലും നമ്മൾ വെള്ളം വീത്തി അടിച്ചപ്പോൾ ആ ഒരു ബ്ലൈഡിൻ്റെ ഇടയിലുള്ള എല്ലാ അഴുക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് മിക്സിയുടെ ജാറ് ഇതുപോലെ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അഴുക്ക് പറ്റി പിടിക്കാതെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറ് നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഈ മിക്സിയുടെ ജാറിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നിറയെ അഴുക്ക് പറ്റി പിടിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇതിന് വേണ്ടി ഒരു ബ്രഷ് വച്ചിരിക്കാം. ഒരു പുതിയ ബ്രഷ് വാങ്ങിച്ച് ഇതിന് വേണ്ടി വച്ചിരിക്കുക. അതിനുശേഷം ആ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ഇടഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മിക്സിയുടെ സൈഡിലും അതിൻ്റെ ആ ഒരു ബാക്ക് ഭാഗത്തൊക്കെ നല്ലതുപോലെ വഴുവഴുപ്പും അഴുക്കൊക്കെ നല്ലതുപോലെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് ദിവസവും നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മിക്സിയുടെ ആ ഭാഗത്തൊക്കെ അഴുക്ക് പറ്റി പിടിക്കാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം എപ്പോഴും കമത്തി ഉണക്കാൻ വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കി സൂക്ഷിക്കുക. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ജാറിൻ്റെ അടപ്പിൻ്റെ ഇതുപോലത്തെ വാഷറിൽ നമുക്ക് എപ്പോഴും അരച്ചൊക്കെ എടുക്കുമ്പോൾ തന്നെ അരപ്പൊക്കെ പറ്റി പിടിച്ച് അതിൻ്റെ ഇടയിലൊക്കെ നിറയെ ഇരിക്കാറുണ്ട്. അത് നമ്മൾ വൃത്തിയാക്കാതെ വരുമ്പോൾ തന്നെ അത് നല്ലതുപോലെ അഴുക്കൊക്കെ പറ്റി പിടിച്ച് ചെറിയ അണുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ദിവസവും നമ്മൾ ഈ മിക്സിയുടെ ജാറിലൊക്കെ അരച്ചെല്ലാം കഴിഞ്ഞ ശേഷം അതിൻ്റെ അടപ്പിലുള്ള ഈ വാഷർ എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കുക. അപ്പോൾ ഇത്തിരി തിളച്ച വെള്ളം തന്നെ എടുക്കാൻ നോക്കുക. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ അളവിൽ ഉപ്പും 1/2 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ വാഷറൊക്കെ അതിലൊന്ന് ഇട്ട് കൊടുത്ത് ഒരു 1/4 മണിക്കൂർ ആകുമ്പോൾ നമുക്കതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അതിലേക്ക് ഈ ഒരു 2 ജാറിൻ്റെ വാഷർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചോ അതിൻ്റെ അഴുക്കെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മൾ എന്തൊക്കെ അതിൽ അരയ്ക്കാറുണ്ട് അതെല്ലാം ഒന്ന് അരച്ച ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് മിക്സിയുടെ ജാറൊക്കെ നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എത്ര വർഷമായാലും അത് നല്ല ഭംഗിയോടെ തന്നെ നമുക്ക് അത് സൂക്ഷിക്കാൻ പറ്റും. എല്ലാ അണുക്കളും അതുപോലെ തന്നെ എല്ലാ അഴുക്കും പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാൽ, നമ്മൾ ഈ കുഞ്ഞ് ജാറായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അരയ്ക്കാനും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യാനും മസാലയൊക്കെ പൊടിച്ചെടുക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിലൊക്കെ ഈ മസാലയുടെയൊക്കെ സ്മെല്ല് നല്ലതുപോലെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് വേറെ കറികൾക്കൊക്കെ നമുക്ക് ഒന്ന് അരയ്ക്കാൻ പറ്റാതെ വരും. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലത്തെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. അതിനെ ഒന്ന് കത്തിച്ച ശേഷം അതിനെ ഒന്ന് അണച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു തീ നല്ലതൊന്ന് കത്തി വന്ന ശേഷം ഒന്ന് അണച്ച ശേഷം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ ഒരു പുകയെല്ലാം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് അടിച്ച് അതിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം ഒന്ന് മാറിക്കിട്ടും. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ്. അല്ലെങ്കിൽ ഒന്ന് ഗ്യാസ് അടുപ്പ് കത്തിച്ച ശേഷം ഈ ഒരു മിക്സിയുടെ ജാറൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിൻ്റെ അകഭാഗം ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ലതുപോലെ ആ സ്മെല്ല് മാറും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിക്സി വൃത്തിയാക്കി എടുക്കുമ്പോൾ നിറയെ വെള്ളമൊക്കെ കോരി ഒഴിച്ച് നമ്മൾ ഒരിക്കലും മിക്സി വൃത്തിയാക്കി എടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മിക്സി ഉപയോഗിക്കുമ്പോൾ കറണ്ട് അടിക്കാനും അതുപോലെ തന്നെ അതിൽ എർത്തിൻ്റെയൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളൊരു പഞ്ഞി പോലത്തെ ഒരു സ്ക്രബ്ബറിലോ അല്ലെങ്കിൽ ഒരു ബ്രഷിലോ കുറച്ച് സോപ്പ് പൊടിയോ ഒന്ന് മുക്കിയ ശേഷം
നമ്മളതൊന്ന് തേച്ച് വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പഴയ മിക്സിയുടെയൊക്കെ വയറൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ വിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളതിലേക്ക് സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് നല്ലതുപോലെ സൂക്ഷിച്ച ശേഷം മാത്രമേ നമ്മൾ മിക്സി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനതാ ഇവിടെ കുറച്ച് സോപ്പൊന്ന് ബ്രഷിൽ തേച്ച ശേഷമാണ് ഞാനത് മിക്സിയുടെ അകത്തും അതുപോലെ തന്നെ പുറത്തൊക്കെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു 8 വർഷം വരെ ആയ മിക്സിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പഴയ മിക്സിയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്താണ് വയ്ക്കുന്നത്. നമ്മൾ അധികം വെള്ളമൊന്നും കോരി വീഴ്ത്തി നമ്മളത് ക്ലീൻ ചെയ്യാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രബ്ബർ, പഞ്ഞി പോലത്തെ സ്ക്രബ്ബർ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാം. അപ്പം ഞാനതിവിടെ ബ്രഷ് ഉപയോഗിച്ചാണ് എല്ലാ ഭാഗത്തുനിന്ന് തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ, പഞ്ഞി പോലത്തെ ഒരു സ്ക്രബ്ബർ എടുത്ത് വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞ ശേഷം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു പഞ്ഞി പോലത്തെ സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കും നമുക്ക് ആ ഒരു സ്പോഞ്ചിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് കൈകൊണ്ട് വൃത്തിയാക്കാൻ പറ്റാത്തടത്തെല്ലാം നമുക്ക് ഇതുപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കുകയാണെങ്കിൽ നല്ലതുപോലെ ക്ലീനായി കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഇടഭാഗത്തൊക്കെ അരയ്ക്കുമ്പോൾ അരപ്പൊക്കെ വീണ് നല്ലതുപോലെ ഒലിച്ചിറങ്ങാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള അഴുക്കൊന്നും ഇളക്കാൻ പറ്റാതെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പോഞ്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വലിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര അഴുക്കുള്ള ഇതും വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ കേടാവാതെ സൂക്ഷിച്ച്, നമ്മൾ വെള്ളമൊക്കെ ഒന്നും എടുത്ത് ഒഴിക്കാതിരുന്നാൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ സൂക്ഷിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ മിക്സിയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് ആ വയറൊക്കെ ഊരിയ ശേഷം മാത്രമേ നമ്മൾ മിക്സി ക്ലീൻ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ഈ ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.